അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ടു ജന്നയിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൽ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് മൂന്നാമത്തെ ഭാഗത്ത് നിന്നും എടുത്തെഴുതുക. അപ്പം ഒന്നാമത്തെ ചോദ്യം, അള്ളാഹു മാപ്പാക്കാത്ത 2 മഹാപാപങ്ങൾ. അപ്പോൾ അതേതൊക്കെയാണ്? നമുക്ക് ആദ്യം ആ ഒരു മൂന്നാമത്തെ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. തൗഹീദ്, അസ്മാ ഉൽ ഹുസ്ന വ സിയാദത്തുൻ ഇഹ്സാനൻ ഷിർക്കും കുഫറും ഫദ്ഉഹു ബിഹ. അപ്പോൾ ഒന്നാമത്തത് അള്ളാഹു മാപ്പാക്കാത്ത 2 മഹാപാപങ്ങളാണ് ഷിർക്കും കുഫറും. അപ്പോൾ അതവിടെ എടുത്തെഴുതുക. രണ്ടാമത്തെ ചോദ്യം, അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ്. അപ്പോൾ തൗഹീദ് എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. മൂന്നാമത്തത് വലില്ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ. അപ്പോൾ ഫദ്ഉഹു ബിഹ എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തത് എല്ലാ വിഷയങ്ങൾക്കും ശക്തമായ പരിഹാരമാണ് അൽ അസ്മാ ഉൽ ഹുസ്ന. അപ്പോൾ അവിടെ അസ്മാ ഉൽ ഹുസ്ന എന്ന് എഴുതി കൊടുക്കുക. അഞ്ചാമത്തത് വസ്വൈനൽ ഇൻസാനു ബി വാലിദൈഹി ഇഹ്സാന. അപ്പോൾ ഇഹ്സാന എന്നുള്ളതാണ് അഞ്ചാമത്തതിനോട് യോജിച്ചത്. ഇനി ആറാമത്തത് ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ എന്ന് അവിടെ എഴുതി കൊടുക്കുക. വസിയാദ എന്നുള്ളതാണ് ആറാമത്തത്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. 5ഓളം ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും പൂർത്തിയാക്കിയിട്ട് എഴുതുക. ഒന്നാമത്തത് ദീനിൻ്റെ കാമ്പും കാതലുമായ ഭാഗമാണ് ഇഹ്സാൻ. അപ്പോൾ അവിടെ ഇഹ്സാൻ എന്നുള്ളതാണ് പൂരിപ്പിച്ചെഴുതാനുള്ളത്. രണ്ടാമത്തത് പേരുകൾ കൂടുന്നത് ഒരാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് എഴുതാനുള്ളത്. മൂന്നാമത്തത് ലൗകാന ഫീഹിമ ആലിഹത്തൻ ഇല്ലല്ലാഹു ലഫസദതാ. അപ്പോൾ അവിടെ ലഫസദതാ എന്നുള്ളത് എഴുതി കൊടുക്കുക. നാലാമത്തത് മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹു. അപ്പോൾ അവിടെ അള്ളാഹു ലിഖാഅഹു എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി അവസാനത്തത് അഞ്ചാമത്തത് നന്മ ചെയ്യൽ എന്ന ഒരു അർത്ഥം കൂടി ഇഹ്സാനിനുണ്ട്. അപ്പോൾ അവിടെ ഇഹ്സാനിനുണ്ട് എന്നുള്ളതാണ് അവിടെ പൂരിപ്പിച്ച് അഞ്ചാമത്തത് എഴുതാനുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. വ്യക്തമാക്കാം. അപ്പോൾ ഈ വ്യക്തമാക്കാം എന്നുള്ളതിൽ 2 ചോദ്യങ്ങൾ മാത്രമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇഹ്സാൻ. ഇഹ്സാൻ എന്താണെന്ന് വ്യക്തമാക്കിയിട്ട് എഴുതുക. എന്താണ്? നീ നിന്റെ രക്ഷിതാവിൻ്റെ മുമ്പിൽ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹു നമ്മെ കാണുന്നത് പോലെ നമ്മൾ ഇബാദത്ത് ചെയ്യണം, അല്ലേ? നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും നിശ്ചയം അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്. അതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇബാദത്ത്. അപ്പം എന്താണ് ഇബാദത്ത്? അതാണ് വ്യക്തമാക്കി എഴുതാനുള്ളത്. നോക്കാം. അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കലാണ് ഇബാദത്ത്. അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ പ്രവർത്തനം നോക്കാം. ഉത്തരം എഴുതാം. അവിടെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മുനാഫിക്കുകളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ്? മുനാഫിക്കുകളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ്? ഉത്തരം വഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല. അതിൻ്റെ അർത്ഥം എന്താണ്? കപട വിശ്വാസികൾ നിസ്കരിക്കാൻ മടിയന്മാരായിട്ടാണ് നിൽക്കുക. അപ്പോൾ കപട വിശ്വാസികൾ മുനാഫിക്കുകൾ നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ അവർ മടിയന്മാരായിട്ടാണ് നിൽക്കുക.
അപ്പം അതാണ് മുനാഫിക്കുകളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ചോദ്യം, നാം എന്ത് ലക്ഷ്യത്തിലാണ് ഇബാദത്ത് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ എന്തായിരിക്കണം നമ്മുടെ ലക്ഷ്യം? ഉത്തരം, സ്വർഗാവകാശികൾക്ക് അവൻ നൽകുന്ന അതിവിശിഷ്ടമായ സ്വഭാവ ഗുണമാണ്. ഒന്നുകൂടെ നോക്കാം. സ്വർഗാവകാശികൾക്ക് അവൻ നൽകുന്ന അതിവിശിഷ്ടമായ സൗഭാഗ്യമാണ് അവൻ്റെ തിരുദർശനം. ഈ ലക്ഷ്യത്തിലായിരിക്കണം അള്ളാഹുവിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇബാദത്ത് ചെയ്യേണ്ടത്. ഒന്നുകൂടെ നോക്കാം. സ്വർഗാവകാശികൾക്ക് അവന് നൽകുന്ന അതിവിശിഷ്ടമായ സൗഭാഗ്യമാണ് അവൻ്റെ തിരുദർശനം. ഈ ഒരു ലക്ഷ്യം വെച്ചിട്ടായിരിക്കണം അള്ളാഹുവിനെ നമ്മൾ എന്താക്കണം? അള്ളാഹുവിനെ കാണണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടെ ആയിരിക്കണം നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, മറ്റുള്ളവർക്കും നാം നന്മ ചെയ്തു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവർ ആരെല്ലാം? മറ്റുള്ളവർക്കും നാം നന്മ ചെയ്തു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവർ ആരെല്ലാമാണ്? ആരൊക്കെയാണ്? അയൽവാസികൾ, വീട്ടുകാർ, കൂട്ടുകാർ, നാട്ടുകാർ, അതുപോലെ എല്ലാവരുമായും നാം നന്മയിൽ വർത്തിക്കണം. അപ്പം അതാണ്. നാലാമത്തത്, അൽ കഹഫ് സൂറത്തിൽ കർമ്മങ്ങൾ പാഴാവാതിരിക്കാൻ അല്ലെങ്കിൽ പാഴായി പോയവർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ആരെയാണ്? അൽ കഹഫ് സൂറത്തിലെ കർമ്മങ്ങൾ പാഴായി പോയവർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് ആരെയാണ്? ആരൊക്കെയാണ്? അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കാതെ ജീവിതത്തിൽ എത്ര പുണ്യകർമ്മങ്ങൾ ചെയ്താലും പരലോകത്ത് യാതൊരു പ്രതിഫലവും ലഭിക്കുകയില്ല, അവരെ കുറിച്ചിട്ടാണ്. അപ്പം അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കാതെ ജീവിതത്തിൽ എത്ര പുണ്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും പരലോകത്ത് യാതൊരു പ്രതിഫലവും ലഭിക്കുകയില്ല, അവരെ കുറിച്ചിട്ടാണ് അള്ളാഹു അൽ കഹഫ് സൂറത്തിൽ കർമ്മങ്ങൾ പാഴായി പോയവർ എന്ന് വിശേഷിപ്പിച്ചത്. ഇനി അഞ്ചാമത്തെ ചോദ്യമാണ്, മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്? സുബ്ഹിയും ഇശാഉം. ഇനി പൂരിപ്പിക്കാം എന്നുള്ളതാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഡാഷ് മൻ യുഹിബ്ബുക ഡാഷ് അമലിൻ ഡാഷ് ഇലാ ഹുബ്ബിക്. അപ്പോൾ അത് പൂരിപ്പിച്ച് ചെയ്തും എങ്ങനെ വരും? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഹുബ്ബക ഹുബ്ബ മൻ യുഹിബ്ബുക വ ഹുബ്ബ അമലിൻ യുഖർരിബുന ഇലാ ഹുബ്ബിക്. അപ്പോൾ ഇനി ഏറ്റവും അവസാനത്തെ ഒരു പ്രവർത്തനമാണ് കള്ളികളിൽ അസ്മാഉൽ ഹുസ്ന എഴുതാം എന്നുള്ളത്. അവിടെ 8 കള്ളികൾ കൊടുത്തിട്ടുണ്ട്. അപ്പം 8 അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ പേരുകൾ 8 എണ്ണം അവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.